അതിനിപ്പോ അശ്വതിക്ക് ഇപ്പൊ ഇതാ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. പക്ഷെ എന്റെ മോൾക്ക് ഇതുവരെ കല്യാണം പോലും നടന്നിട്ടില്ല. നിങ്ങൾ ആരും അതേക്കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നുമില്ല. എന്റെ പൊന്നു മോളെ, കല്യാണം എന്ന് പറഞ്ഞതൊരു യോഗ. അത് നടക്കേണ്ട സമയത്ത് നടക്കും. നീ വെറുതെ ധൃതി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മയ്ക്ക് എങ്ങനെ പറയാം? അമ്മയുടെ പ്രിയപ്പെട്ട 2 കൊച്ചുമക്കളെ കല്യാണം കഴിഞ്ഞല്ലോ. എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഞാൻ അമ്മയുടെ മകള് തന്നെയല്ലേ. നീ എന്തിനാ ഗിരിജ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. ഞാൻ ജീവിച്ചത് എന്റെ മോക്ക് വേണ്ടിട്ടാ. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നല്ലാതെ എന്റെ മനസ്സിൽ വേറൊന്നുമില്ല. അല്ല, അപ്പൊ അഞ്ജുവിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ചിന്തയില്ലെന്നാണ് നീ പറയുന്നത്? അതെ, അതിനൊരു സംശയമില്ല. എന്റെ അജയേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഇപ്പൊ ഒരു ജീവിതം ഉണ്ടാവില്ലായിരുന്നോ? എനിക്കും എന്റെ മോൾക്കും വേറെ ആരും ഇല്ലത്തോണ്ടാ ഈ അവഗണന. ഗിരിജെ, വെറുതെ ഇല്ലാത്തൊന്നും പറയല്ലേ. നിന്നോട് ആരാ വേർതിരിവ് കാണിച്ചത്? നിങ്ങൾ തന്നെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അഞ്ജുവിന്റെ കാര്യത്തിൽ ഇനിയും ഇങ്ങനെ അലസഭാവം കാണിക്കാനാണ് അമ്മയുടെ ഏട്ടന്റെ തീരുമാനമെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നീ എന്താ പേടിപ്പിക്കാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ. ഞാനും എന്റെ മോളും ഇവിടെ വെറുതെ താമസിക്കാനൊന്നും അല്ല. ഞങ്ങൾക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്. അതാരും മറക്കണ്ട. എടാ, ഈ പെണ്ണിന് എന്താ പറ്റിയേ? ഇവക്ക് വല്ല ബാധയും കൂടിയോ? അഞ്ജുവിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ കേറിയിട്ടാ അവൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അതിന് നമ്മൾ ആരാ അഞ്ജുവിനോട് വേർതിരിവ് കാണിച്ചേ? ഗിരിജയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് വേദനിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവൾ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത്. ഗിരിജയുടെ സ്വഭാവം നമുക്കറിയാലോ അമ്മേ. അമ്മ അതൊന്നും കാര്യാക്കണ്ട. എനിക്ക് വയറ് വല്ലാതെ വേദനിക്കുന്നു. ഇത് കുടിക്കേ. കുറച്ചേം കിടക്കും. വാ, സൂക്ഷിച്ച് വാ. സൂക്ഷിച്ച് മെല്ലെ. താനൊന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്ക് മാറും. ഇല്ല പൃഥ്വി, എന്റെ വയറ് പൊട്ടുന്ന പോലെ തോന്നുക. എനിക്ക് വയ്യ പൃഥ്വി, എനിക്ക് വയ്യ. എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ, സൂക്ഷിച്ച്. എനിക്ക് പേടിക്കണ്ട 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 പേടിക്കാതെ പേടിക്കണ്ട കേട്ടോ. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കോ? എടോ, താനിങ്ങനെ വിഷമിക്കാതെ. ഒന്നും സംഭവിക്കില്ല. ഇത് അശി കഴിച്ച ഭക്ഷണം എന്തോ പിടിക്കാഞ്ഞിട്ട് സംഭവിച്ചതാ. ചെറിയ ഡോക്ടർ ഉടനെ. ചന്ദ്രമതി പറഞ്ഞത് ശരിയാ. ഭക്ഷണം കഴിച്ചപ്പോ മുതലേ എന്റെ വയറിന് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഭക്ഷണത്തിന്റെ തന്നെ പ്രശ്നമാണല്ലോ. അതെ, ഈ ദുർഗ എന്താ ഇത്രയ്ക്ക് ശ്രദ്ധയില്ലാതെയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നേ? പാവോ അശി. എന്റെ മോള്. എന്റെ ചെറിയമ്മ ഈ സമയത്ത് ഇങ്ങനെയാണോ പറയേണ്ടത്? അല്ല, ഞാൻ പൂർണ്ണിമ അവരെ തടയണ്ട. നീരജ പറഞ്ഞാലും കാര്യമുണ്ട്. അവളുടെ അഹങ്കാരത്തിന്റെ അനുഭവിക്കുന്നത് എന്റെ മോളല്ലേ. എനിക്ക് പേടിയാവുന്നു. വിഷമിക്കാതെ അശി. താൻ ഇങ്ങനെ കരയല്ലേ. ഒന്നും സംഭവിക്കില്ല. ഡോക്ടർ ഇപ്പൊ വരും. പൃഥ്വി, നീ അഷിയെ റൂമിൽ കൊണ്ടുപോയി കിടത്ത്. ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കുമ്പോ തന്നെ പകുതി ആശ്വാസം കിട്ടും. അപ്പോഴേക്കും ഡോക്ടറും വരും. വേദന ഉണ്ടോ ഇപ്പോ? വിഷമിക്കണ്ട, ഓക്കെയാണ്. റിലാക്സ്. BP നോർമലാ. അഷിത ടെൻഷൻ ആവണ്ട, ഒരു കുഴപ്പമില്ല.
എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. ഈ ചെറിയ വേദനയ്ക്കൊക്കെ ഇങ്ങനെ കരഞ്ഞാലോ? അഷി ഇന്നെന്താ കഴിച്ചത്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയായിരുന്നു. ഉച്ചയ്ക്ക് ചോറും പിന്നെ സാമ്പാറും പപ്പടവും ഒക്കെ ആയിരുന്നു. ഇതൊന്നും ദോഷമുള്ള ഫുഡല്ല. അതിൽ നിന്നൊന്നും പ്രശ്നം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. ഞാനിതല്ലാതെ വേറൊന്നും കഴിച്ചില്ല ഡോക്ടർ. വേറെ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലും, ജങ്ക് ഫുഡ് എന്തെങ്കിലും? ഇത് അക്ഷിത കഴിച്ചിരുന്നോ? ആ, അപ്പൊ ഇതാണ് കാര്യം. ഈ ടൈമില് ഇത്തരം പാക്കറ്റ് ഫുഡൊന്നും കഴിക്കാൻ പാടുള്ളതല്ല. ഇതിലൊക്കെ ധാരാളം പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുണ്ട്. അത് അക്ഷിതയ്ക്കും കുഞ്ഞിനും ദോഷം ചെയ്യും. തൽക്കാലം ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. അത് കഴിയുമ്പോ വേദന മാറിക്കോളും. ഞാനൊരു മെഡിസിൻ എഴുതി തരാം. പെയിൻ വരുമ്പോ കഴിച്ചാ മതി. ഇപ്പൊ കഴിക്കാൻ ഞാനൊരു ടാബ്ലറ്റ് കൊടുത്തേക്കാം. റെസ്റ്റ് എടുത്തോ. ഇനി ഡെലിവറി കഴിയുന്നത് വരെ ഇത്തരം ഫുഡൊന്നും കഴിക്കരുത്. ശരി.